ഹലോ ഗൈസ്, വെൽക്കം ടു ഗാസ്ട്രോണ്ടർ മൂവി മീഡിയ. ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന റീമേക്ക് കമ്പാരിസൺ ആണ്. വിക്രം മർക്കുഡ് വേഴ്സസ് ഇറ്റ്സ് റീമേക്സ് ഫ്രം ഹിന്ദി ആൻഡ് തമിഴ്. ഫസ്റ്റ് ഇതിനെക്കുറിച്ച് പറയാൻ വീഡിയോയിൽ തുടക്കുന്നതിന് മുമ്പായിട്ട് വിക്രമിൻ്റെ റീമേക്സ് ഏതൊക്കെ ഞാൻ പറയാം. ഒന്ന്, ഹിന്ദിയിൽ ഇറങ്ങിയിരിക്കുന്ന റീമേക്കിൻ്റെ പേര് റൗഡി റട്ടർ. അതിൽ നായകനായിട്ട് അഭിനയിച്ചത് അക്ഷയ് കുമാർ, നായികയായിട്ട് അഭിനയിച്ചത് പ്രണയ് സിൻഹ, പിന്നെ വില്ലനായിട്ട് അഭിനയിച്ചത് നമ്മുടെ നാസർക്ക എന്നിവരാണ്. തമിഴ് റീമേക്ക് ഏതാണെന്ന് വെച്ചാൽ സിറുത്തൈ എന്നാണ് സിനിമയുടെ പേര്. കാർത്തിയായിരുന്നു നായകൻ, ഇങ്ങോട്ട് തമന്ന വന്നു, പിന്നെ വില്ലനായിട്ട് പ്രകാശ് രാജും വന്നു. ഇനി രണ്ട് പടത്തിൻ്റെ ഒറിജിനലാണ് വിക്രം മർക്കുഡ്. നായകനായിട്ട് രവിതേജ വന്നു, നായികയായിട്ട് അനുഷ്ക വന്നു. വില്ലൻ്റെ പേര് ഞാൻ മറന്നുപോയി, സോറി. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് അടക്കാം. അപ്പോൾ വീണ്ടും പറയാം, പിന്നെ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് നമ്മൾക്ക് സഹായിക്കുക. പിന്നെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് പുഷ്പയുടെ പാർട്ട് 2 റിവ്യൂ ഒന്ന് കണ്ടിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക എന്ന് കൊണ്ട് തുടങ്ങുന്നു. അപ്പോൾ ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് റൗണ്ട്. ഹീറോസ് പെർഫോമൻസ് ആൻഡ് ഹീറോസ് ഇൻട്രോ. ഞാൻ പറഞ്ഞിരുന്നു, വിക്രം മർക്കുഡ് എന്ന് പറയുന്ന സിനിമയുടെ റീമേക്സ് ആണ് സിറുത്തയും റൗഡി റട്ടറും. അപ്പോൾ ഈ ഒറിജിനലായിട്ടും ഈ രണ്ട് റീമേക്സായിട്ട് എന്താ മീൻസും വെച്ച് നോക്കുമ്പോൾ ഹീറോസ് ഇൻട്രോ ആൻഡ് ഹീറോ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ പടത്തിലെ ഏറ്റവും നല്ല ഹീറോസ് പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട കാർത്തിയുടെ സിറുത്തൈ തന്നെയാണ്. അതുകൊണ്ട് അതിനൊരു മാർക്ക്. എന്നാൽ ബട്ട് ഹീറോസ് ഇൻട്രോ എന്ന കാര്യത്തിൽ അത് വിക്രം മർക്കുഡിൽ നായകനായിട്ട് അഭിനയിച്ച പേര് പറഞ്ഞാൽ രവിതേജ് ഇൻട്രോ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നത്. പക്ഷേ പെർഫോമൻസ് വൈസ് സിറുത്തൈയിലെ കാർത്തി തന്നെയാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് വിക്രം മർക്കുഡ് 1, സിറുത്തൈ 1, റൗഡി റട്ടർ 0. സെക്കൻഡ് റൗണ്ട്, ഹീറോയിൻസ് ഇൻട്രോ. ഇക്കാര്യം വെച്ച് നോക്കുമ്പോൾ കുറച്ച് പാട് പിടിച്ച കാര്യമാണ്. എന്നാൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ അക്കാര്യത്തിൽ റൗഡി റട്ടർ ഈസ് ഗുഡ് എന്നാണ്. ഹീറോയിൻസ് ഇൻട്രോ ആൻഡ് ഹീറോയിൻസ് പെർഫോമൻസസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ വെച്ച് നോക്കുമ്പോഴും ഈ രണ്ടെണ്ണത്തിന് മാർക്ക് കൊടുക്കാൻ പറ്റിയത് സിറുത്തൈനും റൗഡി റട്ടറിനാണ്. വിക്രം മർക്കുഡിൽ നല്ലതാണ്, പക്ഷെ അത്രയ്ക്കൊന്നും വർക്കായിട്ടില്ല ഹീറോയിൻസ് പെർഫോമൻസ് വൈസ്. പക്ഷേ കെമിസ്ട്രി വർക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാൻ പറ്റും. അതുകൊണ്ട് വിക്രം മർക്കുഡ് 1, സിറുത്തൈ 2, റൗഡി റട്ടർ 1. തേർഡ്, കെമിസ്ട്രി. നായക കെമിസ്ട്രി. അത് വെച്ച് നോക്കുമ്പോൾ വിക്രം മർക്കുഡ് 3 മാർക്ക് കൊടുക്കാം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് വിക്രം മർക്കുഡ് 2, സിറുത്തൈ 3, റൗഡി റട്ടർ 2. ഇനി അടുത്തത് വില്ലൻസ് പെർഫോമൻസസ്. ഇത് വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ല, വിക്രം മർക്കുഡിലെ വില്ലൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ മറന്നുപോയി. പിന്നെ ഇതിൽ വില്ലനായിട്ട് അഭിനയിച്ചത് സിറുത്തൈയിൽ വില്ലനായിട്ട് അഭിനയിച്ചത് പ്രകാശ് രാജ്, റൗഡി റട്ടറിൽ വില്ലനായിട്ട് അഭിനയിച്ചത് നാസർക്ക. ഈ 3 പേര് വെച്ച് നോക്കുമ്പോൾ വില്ലൻസ് പെർഫോമൻസ് വൈസ് 3 സൂപ്പർബാണ്. പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ വേറെ സിറുത്തൈയില്ല പ്രകാശ് രാജിൻ്റെ
അഭിനയം തന്നെയാണ്. അതുകൊണ്ട് വിക്രമാർക്കോട് 2, സിർത്തൈ 4, റൗഡി റാട്ടർ 2. ഇനി അടുത്തത് തേർഡ്, ഫോർത്ത് അല്ലേ പറഞ്ഞു, 5th റൗണ്ട് ഇൻ്റർവൽ പഞ്ച്. ഇൻ്റർവൽ പഞ്ചിൻ്റെ കാര്യത്തിൽ വിക്രമാർക്കോടിന് മൂന്നെണ്ണത്തിന് നല്ലതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഏറ്റവും അടിപൊളി വിക്രമാർക്കോടിലാണ്. അതുകൊണ്ട് വിക്രമാർക്കോട് 3, സിർത്തൈ 4, റൗഡി റാട്ടർ 2. അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് കോമഡിയൻ, അതാ സെക്കൻഡ് ഹീറോ. തെലുങ്കിൽ സെക്കൻഡ് ഹീറോ ആയിട്ട് അഭിനയിച്ചിരുന്നത് ബ്രഹ്മാനന്ദു ആയിരുന്നു. വിക്രമാർക്കോടിൽ കോമഡിയൻ ക്യാരക്ടറാണ്. പിന്നെ സിർത്തയിൽ സന്തനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്താണ് റൗഡി റാട്ടറിൽ പേര് ഞാൻ മറന്നില്ല, ഞാൻ മറന്നുപോയി, സോറി ഗുയ്സ്. പേര് ഓർമ്മ ഉണ്ടായിരുന്നു പക്ഷെ മറന്നുപോയി, സോറി. ഇവർ 3 പേരുടെയും കോമഡിയും സെക്കൻഡ് ഹീറോയ്ക്കും കൂടി വെച്ച് നോക്കുമ്പോൾ മാർക്ക് കൊടുക്കാൻ പറ്റിയത് സന്തനത്തിനാണ്. അതുകൊണ്ട് 3 പേരുടെ നല്ല കോമഡിയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം സന്തനത്തിൻ്റെ കോമഡിയാണ്. അതുകൊണ്ട് വിക്രമാർക്കോട് 3, സിർത്തൈ 5, എന്താണ് റൗഡി റാട്ടർ 2 ആൻഡ് ഫ്ലാഷ്. ഇനി അടുത്ത റൗണ്ട് ഫ്ലാഷ് ബാക്ക്. ഈ 3 ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരേപോലെ തന്നെയാണ് എടുത്ത് ചെയ്യുന്ന 3 പടത്തിലും. പക്ഷേ ആ 3 പടത്തിലെ ഫ്ലാഷ് ബാക്ക് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത് വിക്രമാർക്കോടിലെയാണോ, രണ്ടിലെയാണോ, സിർത്തയിലെയാണോ, റൗഡി റാട്ടറിലാണെന്ന് ചോദിച്ചാൽ ഞാൻ റൗഡി റാട്ടർ എന്നേ പറയുള്ളൂ. അത്രയും നല്ലൊരു ഇതാണ്, ഫ്ലാഷ് ബാക്കാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 3 നല്ല 2 കൂടെ എന്ന് ഞാൻ പറയുന്നില്ല, അത് നല്ലത് തന്നെ. പക്ഷേ കൂടുതൽ ഇഷ്ടപ്പെട്ട റൗഡി റാട്ടറിലാണ്. അതുകൊണ്ട് വിക്രമാർക്കോട് 3, സിർത്തൈ 5, റൗഡി റാട്ടർ 3. ഇപ്പം എത്ര റൗണ്ട് കഴിഞ്ഞു? എന്നിട്ട് റൗണ്ട്. ഇനി അടുത്തത് അവസാനത്തെ റൗണ്ട്. അടുത്തത് കുറച്ച് റൗണ്ട്സേ ഉള്ളൂ. ഇനി എന്താണെന്ന് വെച്ചാൽ സോങ്സ് ആൻഡ് BGM. ഈ 3 പടത്തിൻ്റെ BGM സോങ്സ് ഇത് ആരാന്ന് എനിക്ക് അറിയണോടാ, അതുകൊണ്ട് ക്ഷമിക്കണം. ബാക്കി സോങ്സ് ആൻഡ് BGM വെച്ച് നോക്കുമ്പോൾ വിക്രം 3 പടത്തിൽ നല്ലതായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന. പക്ഷെ കൂടുതൽ ഇഷ്ടപ്പെട്ട വിക്രമാർക്കോടിലെയാണ്. അതുകൊണ്ട് വിക്രമാർക്കോട് 4, സിർത്തൈ 5, റൗഡി റാട്ടർ 3. അടുത്തത് പറയാൻ പോകുന്നത് ക്ലൈമാക്സിൻ്റെ കാര്യമാണ്. ക്ലൈമാക്സ് 3 പടത്തിലെ നല്ല ക്ലൈമാക്സാണ്, ഒരേപോലെയാണ് ചെയ്ത് ചെയ്യുന്നത്, ഓക്കെയാണ്. പക്ഷേ ഈ 3 പടത്തിലെയും ക്ലൈമാക്സ് എനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സിർത്തയിലെ ക്ലൈമാക്സാണ്. അതുകൊണ്ട് വിക്രമാർക്കോട് 4, സിർത്തൈ 6, റൗഡി റാട്ടർ 3. ഇനി അവസാനത്തെ റൗണ്ട് എന്ന് പറയാൻ പറ്റുമെന്ന് പറയണമെന്നാലും പറഞ്ഞു പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് സിർത്തൈ തന്നെയാണ്. പിന്നെ അതിൻ്റെ ഡയറക്ഷനും 3 പടത്തിലും ഡയറക്ഷൻ സൂപ്പർബായിരുന്നു. മീൻസ് വിക്രമാർക്കോട് അറിയായിരിക്കില്ല, രാജമൗലിയാണ് ഡയറക്റ്റ് ചെയ്തതെന്ന്. മറ്റേത് റാട്ടർ എന്താണ് പ്രഭുദേവിയും. പിന്നെ സിർത്തൈ സിനിമ ഡയറക്റ്റ് ചെയ്ത് കങ്കുവ എന്ന സിനിമയിലുള്ള ട്രോളുമായിട്ട് വാങ്ങിയ ശിവേട്ടനാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സിർത്തയാണ്. 3 പടം എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സിർത്തയാണ്. അതുകൊണ്ട് വിക്രമാർക്കോട് 4, സിർത്തൈ 7, റൗഡി റാട്ടർ 3 എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഈ വീഡിയോ വേറൊന്നും പറയുന്നില്ല പ്ലീസ്. പിന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഡാറ്റ ബൈ ബൈ ഡെൽറ്റ വസ്കസ്.